വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഞങ്ങൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര പോവുകയാണ്. വലിയ ഒത്തിരി ദൂരോട്ടൊന്നുമല്ല, ഇൻ്റർനാഷണൽ ട്രിപ്പോ അങ്ങനെയൊന്നുമല്ല. പക്ഷേങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആരൻ്റെ ഫ്രണ്ട്സ് ജെയ്ക്ക, ആൽബി, അവരുടെ അമ്മമാരും സുനും ലീനായും ഞങ്ങളങ്ങനെ ഒരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ പിള്ളേർ +2 ആണല്ലോ, അവർക്ക് എക്സാം അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങളതങ്ങനെ നീട്ടി കൊണ്ടുപോകുമായിരുന്നു. എവിടെയെങ്കിലും ഒരു സ്റ്റെക്കേഷൻ അത്രയോ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ദിവസം എല്ലാവരും കൂടെ പിള്ളേർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റെക്കേഷനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് വർക്കലയിലാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രാവിലെ ട്രെയിനിലാണ് വന്നത്. കാരണം കാറേ വരാനും ഞങ്ങൾക്ക് ഒരു കാറേ വരാൻ എല്ലാവർക്കും കൂടെ പറ്റത്തില്ല. അപ്പോൾ പിന്നെ 2 വണ്ടി വേണം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ട്രെയിനേ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ 6 ട്രെയിനിന് കോട്ടയത്തുനിന്ന് വന്നു. ഞങ്ങളൊരു 9:30 ആയപ്പോഴത്തേക്കിനും വർക്കലയിലെത്തി. ഇങ്ങനെ ഒരു ഓട്ടോയിൽ ഞാനും ആരനും ജയിക്കും, പിന്നെ മറ്റേ ഓട്ടോയിൽ സുനു, അവരെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ വർക്കല ക്ലിഫിലോട്ടാണ് പോണത്. ഞങ്ങളപ്പോൾ റൂം ആദ്യം ബുക്ക് ചെയ്തിരുന്നു. ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഫുൾ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ഈ തട്ടിപ്പ് ഇതുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ടൊരു മടിയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഏതായാലും വീക്ക് ഡേയ്സ് അല്ലേ, കുഴപ്പമില്ല, വീക്കെൻഡ് അല്ലല്ലോ, വീക്കെൻഡ് ആണെങ്കിലല്ലേ നമുക്ക് റൂമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് ഇവിടെ വന്ന് നോക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 മണി 11 ആയിട്ടുണ്ട്, 10:30 കഴിഞ്ഞ് 11 മണി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ റൂം തപ്പിപ്പോകുന്ന അതിൻ്റെ ഇടയ്ക്കും ഈ ബീച്ചിൻ്റെ ഭംഗി കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. വർക്കല പോയിട്ടുള്ളവർക്കറിയാമല്ലോ, വർക്കലയിൽ എങ്ങനെയാണ് അവിടുത്തെ ഇതെന്ന് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ താഴെ ബീച്ചും മേളിൽ കൂടെ നമ്മളിങ്ങനെ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് ഈ ഒരു സൈഡ് മുഴുവനുള്ളത്. അപ്പം ഭയങ്കര രസമാണ് നമുക്ക് അതിൽ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കെല്ലാം നിന്ന് ഇങ്ങനെ ബീച്ചിലോട്ട് നിൽക്കും, വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ പതുക്കെ പോയത് മുഴുവൻ. അപ്പോൾ ഒരു സൈഡ് മുഴുവൻ റെസ്റ്റോറൻറ്റും ഉണ്ട്, പിന്നെ റിസോർട്ട്സുമാണ്. അപ്പോൾ അതെല്ലാം വൈകിട്ടാണ് ഇതെല്ലാം ക്ലിഫിൽ കാണാനായിട്ട് ഭയങ്കര ഭംഗി, രാത്രിയിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തർക്ക് നോക്കി പോകും. അപ്പം പിള്ളേർ നേരത്തെ പറഞ്ഞു അവർക്ക് പൂളുള്ള ഹോട്ടലാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് പൂള് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂളുള്ളത് തപ്പി പോകും. ഈ സൈഡിൽ ഞങ്ങൾ നടന്നു പോകുന്ന സൈഡിലെല്ലാം കുറേ ഉണ്ട്, റിസോർട്ട് കുറേ ഉണ്ട്, പക്ഷേ അവർക്ക് അതൊന്നും വേണ്ട. അങ്ങനെ പിന്നെ നോക്കി ഞങ്ങളിങ്ങനെ നടന്ന് ഒന്നാമത് വെയിലായിരുന്നുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ലഗേജും കയ്യിൽ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് നടന്ന് പോകൽ ഇച്ചിരി പാടായിരുന്നു. എന്നാലും വേണ്ടുകയില്ല, ഒരു എക്സ്പീരിയൻസ് ആയത്. അപ്പോൾ പോണ വഴിക്കൊക്കെ അവിടെ ഇരുന്ന് ഓരോ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ കുറേ നടന്നത് കണ്ട ഇതുപോലെ താഴെയാണ് ബീച്ച്. ഇതിലെ ഇങ്ങനെ നടക്കുന്നു. കുറച്ച് അങ്ങോട്ട് ചെല്ലുന്തോറും നമുക്ക് നടക്കാനായിട്ട് വഴി വലിയ വീതിയൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളത്. ഇതെല്ലാം റിസോർട്ടുകളാണ് കേട്ടോ. പക്ഷേ എല്ലായിടത്തും കയറി ഞങ്ങൾ പൂളുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇവർക്ക് മസ്റ്റ് പൂള് വേണം താനും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളുകൾ നമ്മൾ പല ബീച്ചിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ബീച്ചിൻ്റെ ഭംഗി ഞാൻ ആസ്വദിച്ചത് ശരിക്കും ഇവിടെ വർക്കല വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂം എടുത്തത് ഇതുപോലെ മാരിസോൾ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. വെസ്റ്റ് ബേ മാരിസോൾ എന്ന് പറഞ്ഞ ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. അപ്പോൾ ശരിക്കും നമുക്ക് 2 മണിക്കാണ് ചെക്കിൻ ഉള്ളത് എല്ലായിടത്തും. പക്ഷേ അവർ ഞങ്ങൾക്ക് 12:30 ആയപ്പോഴത്തേക്കിനും ഒരു റൂം സെറ്റ് ചെയ്ത് തന്നു, ഒരെണ്ണം തന്നു. കാരണം ആൾക്കാരെല്ലാം ചെക്കൗട്ട് ആവണ്ടേ. ചെക്കൗട്ട് 11 മണിക്കാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു റൂം കിട്ടി. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു റൂമിൽ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ളതെല്ലാം നോക്കി വെക്കുകയാണ്. നമുക്ക് ഫുഡെല്ലാം നോക്കി വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി. ഇങ്ങനെ 3 മുറിയാണ് ഞങ്ങൾക്കുള്ളത്. അടുത്തടുത്ത് 3 റൂം. അപ്പം ഇനി 2 റൂമും കൂടെ എല്ലാം സെറ്റായി കിട്ടണം. ആൾക്കാർ ചെക്കൗട്ട് ആയിട്ടേ ഉള്ളൂ. ഇനി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവർ തരാനായിട്ട്. അപ്പോൾ ഒട്ടുമുക്കാൽ ഹോട്ടലുകളിലും 2 മണിക്കാണ് ചെക്കിൻ ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ അവർ ഒരെണ്ണം റെഡിയാക്കി തന്നു. അപ്പോൾ ബീച്ചിന് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ താമസിച്ച ഹോട്ടൽ, മാരിസോൾ എന്ന് പറഞ്ഞ ഹോട്ടൽ. ഇതാ കണ്ട ബീച്ചാണ് അവിടെ. അപ്പം നമുക്ക് ആ ക്ലിഫ് എൻ്റെ അവിടെ ആണെങ്കിൽ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സൺസെറ്റും എല്ലാം കാണാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഇതാണ് കേട്ടോ ഇങ്ങനെ. പക്ഷേ നല്ല ഹോട്ടലായിരുന്നു, ഒത്തിരി റൂംസ് ഉണ്ട്. പിന്നെ വീക്ക് ഡേയ്സ് ആയതും കൊണ്ട് അങ്ങനെ വലിയ തിരക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾ മൺഡേയിലാണ് പോയത്.
പിന്നെ ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ പിള്ളേർ +2 പഠിക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, എക്സാംസ് വരുന്നു. അങ്ങനെ പിന്നെ നീട്ടി ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി പിള്ളേരുടെ എക്സാമൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. പിന്നെയും ഈ ഒരു മാസം കൂടെ കഴിഞ്ഞു. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സമയം കിട്ടുന്നേ ഇല്ലായിരുന്നു. ഇതാ കണ്ട ഈ ഒരു പെയിൻറ്റിങ് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പെട്ടെന്നാണ് ഞങ്ങൾ പിന്നെ ഇത് തീരുമാനിച്ചതെന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നത്. അപ്പം ഞങ്ങളിപ്പം റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങളെല്ലാം ഫുഡെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൽസ് ഉണ്ട്, പക്ഷേ ഈ പിള്ളേർക്കാർക്കും മീൽസിനോട് ഒട്ടും താല്പര്യമില്ല. അവർക്കാർക്കും മീൽസ് വേണ്ടാന്ന് പറഞ്ഞത്. അത് കണ്ടോ, റെസ്റ്റോറൻറ്റിൽ നമ്മൾ നോക്കുന്നിടത്താണ് പൂളൊക്കെ ഉള്ളത്. ചൂടൊട്ടും കുറവില്ല, നല്ല ചൂട് തന്നെയാണ്. അങ്ങനെ പിന്നെ ഫുഡ് ഞങ്ങൾ ഓർത്തു പൊറോട്ടയും ബട്ടർ ചിക്കനും പിള്ളേരും മേടിച്ചു. ഞങ്ങൾ പിന്നെ ചിക്കൻ കടായിയും പൊറോട്ടയും ഞങ്ങളും വാങ്ങി. പിന്നെ പിള്ളേർ സൂപ്പും ഒക്കെ മേടിച്ച് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കാരണം ഉച്ചയല്ലേ, ഇപ്പോൾ വെയിലത്ത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ ആ കണ്ട പെയിൻറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. നല്ലപോലെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. പിള്ളേർക്കാണെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. മറ്റേതെന്താണ് അവർ ടൗൺ വരെ പോകുന്ന, ഒരു സിനിമയ്ക്ക് പോകുന്ന, അതിൻ്റെ അപ്പുറമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് ലഞ്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ബാക്കി 2 റൂമും കൂടെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ശരിക്കും. അപ്പം മറ്റേത് എല്ലാവരും ഇരുന്നത് കൊണ്ട് എനിക്ക് ആ റൂം കാണിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പം ശരിക്കും ഇതാണ് റൂം ടൂറാണിത്. ഇതാണ് റൂം. ഞങ്ങളുടെ നല്ല വലിയ റൂമാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള റൂമായിരുന്നു. പിന്നെ TV ഉണ്ട്, ചെറിയ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് റൂം. അപ്പം ഞങ്ങൾക്ക് താഴെ തന്നെയാണ്, മുകളിലോട്ട് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു, താഴെ തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ റൂം കിട്ടി. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ താമസിച്ചതിൻ്റെ അടുത്ത് തന്നെയാണ് ബ്ലാക്ക് ബീച്ച് എന്നും പറഞ്ഞ് ഒരു ബീച്ചുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ ബീച്ച് തന്നെയാണ്, അതിന് ബ്ലാക്ക് ബീച്ചെന്ന് ഒരു പേരുണ്ട് ഈ അറ്റത്ത്. അപ്പോൾ എന്താണ് ബ്ലാക്ക് ബീച്ച് എന്നൊന്ന് കാണണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സും ഒക്കെ ഇട്ട് ഇറങ്ങി ബ്ലാക്ക് ബീച്ച് കാണാം. പിള്ളേർ വന്നില്ല, അവർ പൂളിലായിരുന്നു. അവർ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ആരണം ജയിക്കും ആൽബിയും കൂടി ഇവിടെ വന്നൊക്കെ ഒന്ന് പോയതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മണ്ണ്, കുറച്ച് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ബീച്ച് എന്ന് പേരിട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ കിടക്കുന്ന മണ്ണ് ഒന്ന് ബ്ലാക്ക് കളറിലാണ്, അതാണ് ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചു. ഒരാളൊക്കുമ്പോൾ ഒരാളൊക്കത്തില്ല, അങ്ങനെയൊക്കെ കുറേയൊക്കെ എടുത്തു. ഭയങ്കര വെയിലുമായിരുന്നു. എന്നാലും മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ട്രൈ ചെയ്തു. രസമായിരുന്നു. ഒന്നാമത് നമുക്ക് തന്നെ ചിരി തോന്നും. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഇത് കണ്ടോ, പൊള്ളിപ്പോയ പോലെ ആയിപ്പോയി. മുഖം എല്ലാം വെയിലും എല്ലാം അടിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 മണി സമയത്താണ് ഞങ്ങൾ പോയത്. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. കാരണം അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പിള്ളേർ പൂളിൽ തന്നെയായിരുന്നു. സുനു ലീനായും കടന്ന് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ ആ സമയം ഞാൻ ഈ പിള്ളേർ പൂളിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു സെക്കൻഡൊന്ന് വെള്ളത്തിൽ ഇതായാൽ എനിക്കതുകൊണ്ട് ഭയങ്കര പേടിയാണ്. കാരണം ഇപ്പോൾ എവിടെ ഞങ്ങൾ ഹോട്ടലിൽ പോയാലും പൂളുള്ളത് വേണമെന്ന് ആരുടെ നിർബന്ധം. അപ്പോൾ അവിടെ പോകുമ്പോൾ എല്ലാം ഞാനിങ്ങനെ അവന് പോയി കാവലിരിക്കും. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിലെ കളി. അതുകൊണ്ട് ഞാൻ പോയി പിള്ളേരുടെ കൂടെ അവിടെ ഇരുന്നു. അപ്പം മോള് ജേക്കിൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ പിള്ളേർ 4 പേരും കൂടെ നല്ല പോലെ എൻജോയ് ചെയ്ത് അവർ പൂളിലൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ അവർ ഈ ബീച്ചും അതുമായിട്ട് നടന്ന് അവർക്കൊരു മടുപ്പായേനെ. അപ്പോൾ ഇത് നല്ലപോലെ അവർ ഇവിടെ, എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയാണ്, പൂളിൽ തന്നെയാണ്. പല ഗെയിമുകളും, മുങ്ങിക്കിടക്കലും, ആരാണ് കൂടുതൽ നേരം മുങ്ങിക്കിടക്കുന്നതെന്നും ഒക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു തണലത്തൊരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. കാരണം ആരെങ്കിലും പിള്ളേരുടെ കൂടെ ഇല്ലെങ്കിൽ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല, വെള്ളത്തിലെ ഒരു കളി ആയതും കൊണ്ട്. പിന്നെ അതുകൊണ്ട് ഇതിന് മുമ്പ് ഞങ്ങൾ വേറൊരു ഹോട്ടലിലൊക്കെ പോയപ്പോഴത്തേക്കിനും, ഞങ്ങൾ ഫാമിലി ഒക്കെ പോയപ്പോഴത്തേക്കിനും ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 5:30 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ പതുക്കെ എന്നാൽ ഇനി സൺസെറ്റൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ക്ലിഫിലേക്ക് പോവുകയാണ്. അപ്പം ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മളങ്ങ് നിൽക്കും. അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ബീച്ചുകളിൽ പോയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഒരു ബീച്ച് ഞാൻ ആദ്യമായിട്ട് കാണുക. എനിക്കറിയത്തില്ല എന്തോ ഒരു ഭംഗിയാണ്. എനിക്ക് നമ്മളിങ്ങനെ മേളിൽ നിന്ന് കാണുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഭംഗി ഇത്രയും രസമായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് തോന്നുന്നു. ഒത്തിരിയും പേര് വർക്കല പോയിട്ടുണ്ട്. വർക്കല ഒത്തിരിയും പേരെല്ലാം
മിക്ക ആൾക്കാരും ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് പോകാനായിട്ട് ഇപ്പോഴാണ് ഒരു സമയമെല്ലാം ഒത്തു വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് പോയത്. പക്ഷേങ്കിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ പിള്ളേരാണെങ്കിലും ഞങ്ങളെല്ലാവരും നല്ലപോലെ ഒന്ന് എൻജോയ് ചെയ്തു. ബീച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭംഗിയാണ് കാണാൻ പറ്റിയത്, ഇത്ര ഭംഗിയോടുകൂടി ബീച്ച് കാണാൻ പറ്റിയത് വർക്കല ബീച്ചിൽ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ പോകാത്തവരൊക്കെ പോകണം. അങ്ങനെ പിന്നെ അതിലേക്കൂടെ ഇച്ചിരി രാത്രിയായി കഴിഞ്ഞ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ബാഗുകളും ഡ്രസ്സുകളും അതും ഇതൊക്കെ കിട്ടുന്ന കുറേ കടകളൊക്കെ ഉണ്ട്. ചുമ്മാ ഞങ്ങൾ ഓരോരുത്തരത്തൊക്കെ നോക്കുമ്പോഴത്തേനൊക്കെ പിള്ളേർ സമ്മതിക്കത്തില്ല, പോയേക്കാത്തും പറഞ്ഞ് ഞങ്ങളെ വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ ചുമ്മാ കണ്ടിടത്തൊക്കെ ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ അങ്ങ് പോയി. അങ്ങനെ പിന്നെ ഇച്ചിരി ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര രസമാണ്. ഇതാണ് ഇവിടാണ് ക്ലിഫ് എന്ന് പറയുന്നത്. നമ്മളീ നടന്നു വന്ന വഴികളാണ്. അപ്പോൾ ഇതുകൊണ്ട് രാത്രിയിൽ അങ്ങേ അറ്റം വരെ റെസ്റ്റോറൻറ്റും ഒക്കെയാണ്. അപ്പോൾ ഡാർജിലിംഗ് എന്നും പറഞ്ഞ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ എല്ലാവരും പറയും അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര നല്ലതാണ്, ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കയറിയിരിക്കുക. അപ്പം നമ്മളിതിൻ്റെ മേളിലിരുന്ന് താഴെ ബീച്ചാണ്. അപ്പം ഭയങ്കര കാറ്റാണ്. അപ്പം നല്ല രസമാണ് നമുക്ക് അവിടെ ഇരുന്നാൽ. അപ്പം ഞങ്ങൾ മേളിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഫുഡ് എന്നാന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും ബർഗർ മാത്രമാണ് മെയിൻ അവിടുത്തെ സംഭവം. അപ്പം പിള്ളേർ ഓക്കെ, ഞങ്ങൾക്ക് ആർക്കും ബർഗർ കഴിക്കാനായിട്ട് അങ്ങനെ വലിയ താല്പര്യമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഫുഡ് വൈകിട്ടല്ലേ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് ഇങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെ കാറ്റൊക്കെ ഉള്ളതും കൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് ഇരുന്നു. പിന്നെ എന്നാൽ ഏതായാലും കയറിയതല്ലേ, എന്നാൽ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ എല്ലാവരും ഓരോ ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അതും എല്ലാം കുടിച്ചേച്ച് ഞങ്ങൾ കുറേ നേരം കൂടെ ഒക്കെ അവിടെ ഇരുന്നു. നല്ല കാറ്റാണ്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം പല ഫുഡുകളും ഞങ്ങൾ വാങ്ങി. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു ലെമൺ ടീ മേടിച്ചതാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ലെമൺ ടീ കുടിക്കാനായിട്ട്. അങ്ങനെ ലെമൺ ടീ മേടിച്ചു. അങ്ങനെ പല പല ഫുഡുകൾ മേടിച്ചു. ഞങ്ങൾ കഫേ ഇറ്റാലിയാനോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് പിന്നെ നല്ല ഫുഡ്, ഒന്നിനും നമുക്കൊരു കുറവ് പറയാനായിട്ടില്ലായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ഫോണിൽ നോക്കുന്നത് നാളെ അവരുടെ റിസൾട്ട് വരുമെന്ന് വന്നിട്ടുണ്ട്. അപ്പം 3 പേരും ഫോണിലൊക്കെ നോക്കി നിൽക്കുകയാണ്. അയ്യോ നാളെ റിസൾട്ട് വരുമല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ടതാണ്. അപ്പം അങ്ങോട്ട് പോയപ്പോഴത്തെ ആ ഒരു ഭംഗിയാണിത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴത്തേക്കിന് രാത്രിയായി. അപ്പം നമുക്ക് ഈ സൈഡ് വഴി ഇങ്ങനെ ക്ലിഫിൻ്റെ കയ്യിൽ നടന്ന് ഇങ്ങനെ പോകാൻ കേട്ടോ. കുറേ അങ്ങേ അറ്റം വരെ നമുക്ക് നടന്ന് പോകാനായിട്ട് സൗകര്യമുണ്ട്. ഞങ്ങൾ റൂം തപ്പി വന്നതും ഇങ്ങനെ ഈ ഒരു വഴിക്ക് തന്നെയായിരുന്നു. അപ്പോൾ രാത്രിയായപ്പോൾ പതുക്കെ ഓരോന്ന് വീതമൊക്കെ അടച്ചു തുടങ്ങി. ഈ ഒരു സൈഡ് മുഴുവൻ റിസോർട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി, മാരിസോളിൽ. ഞങ്ങൾ ആദ്യം നോക്കിയതും അതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം പിന്നെ രസമായിരുന്നു. എല്ലാവരും കൂടെ നല്ല പോലെ എൻജോയ് ചെയ്തു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു റൂമിലാണ് കിടന്നത്. ഞാൻ സുനുലീനായും പിള്ളേർ വേറെ റൂമിൽ, മോള് വേറെ റൂമിൽ, അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റു. ദാണ്ടെ സൺറൈസൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് എണീറ്റ് വന്നതാണ്. ഇപ്പോൾ ഒരു 7:45 ഉള്ളൂ. ഈ 6:45 ആകുമ്പോൾ ഇറങ്ങണം എന്ന് വെച്ചിട്ടിരുന്നു. പിന്നെ ഓരോരുത്തർ വീതമൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കിന് ലേറ്റായി. അപ്പോൾ ഇപ്പോൾ 7:45 മണി. അപ്പം ഞങ്ങൾ ബീച്ചിൽ ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ ബീച്ചിലും ഇറങ്ങണം. അപ്പം നമ്മൾ ഈ നടക്കുന്ന വഴി ഇങ്ങനെ കുറേ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടെ താഴേക്ക് സ്റ്റെപ്പുണ്ട്. ആ മേളിൽ നിന്ന് തന്നെ താഴോട്ട് നമുക്ക് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെപ്പ് വഴി ബീച്ചിലേക്ക് ഇറങ്ങണം. അല്ലെ പിന്നെ നമ്മൾ അങ്ങ് സ്റ്റാർട്ടിങ്ങിൽ പോകണം. അത്രയും ദൂരം നടക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയാവാറായിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് ബീച്ചിൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ഇത് കണ്ട ഇതുപോലെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ബീച്ചിലോട്ട് പോകുന്നത്. എന്നാലും നമുക്ക് രാവിലെ ആണെങ്കിലും ഭയങ്കര ചൂടായിരുന്നു. ചൂടിനൊരു കുറവുമില്ല. പിന്നെ അതിലേക്കൂടെ എല്ലാം ഇറങ്ങി നടക്കുമ്പോഴത്തേക്കിന് കുറേ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണം. അപ്പോൾ ആരെണ്ണൊക്കെ പേടിയായിരുന്നു. പിള്ളേർ വളരെ സുരക്ഷിതമായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ താഴെ ബീച്ചിലിറങ്ങി. പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ല വെയിലാണ്. ചൂടത്ര അങ്ങോട്ട് നമുക്ക് അടിക്കുന്നില്ലെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു.
അപ്പോൾ പിള്ളേർക്ക് 11 മണിയാകുമ്പോഴത്തേക്കിനും അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നറിയാം. അത് 3 പേരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം ആരണം ജയിക്കും നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ നനഞ്ഞു 2 പേരും. അത് ഞങ്ങൾ നനയത്തില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിന്നു. കാരണം നമുക്ക് 11 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പം നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചങ്ങ് പോയി നമുക്ക് ഡ്രസ്സൊന്നും മാറാൻ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങളെല്ലാവരും നനഞ്ഞു. എല്ലാവരും ഇനിയിപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറിയെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഇതുപോലെ ബീച്ചിൽ കൂടെ ഒക്കെ നടന്ന്, ഞാൻ പറയാം ഒത്തിരി നാൾ കൂടിയാണ്. ഞാൻ ആലപ്പുഴ ബീച്ചിലൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ പോകാറുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ തിരക്കൊക്കെ കാരണം നമുക്കൊട്ടും ബീച്ചിലിറങ്ങി നമുക്കതൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തിരക്കല്ലേ. ഇവിടെ രാവിലെ ആയിരുന്നുകൊണ്ട് ആളും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല പോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു ബീച്ച്. പിന്നെ നേരം മോള് പറഞ്ഞു നമ്മുടെ എല്ലാം കാല് കഴുകാൻ വേണ്ടിയിട്ട് വേണ്ട കവറും ഒക്കെ എടുത്തോണ്ടാണ് വന്നത്. അപ്പോൾ ബീച്ചിൽ നിന്ന് വെള്ളം എടുത്ത് കവറിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനിയും നമ്മൾ ചെരുപ്പും കൂടെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ആ മണ്ണിനകത്തുനിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കിനും പിന്നെ എല്ലാവരും ഒന്ന് കവറിൽ കാല് ഒന്ന് മുക്കിയിട്ട് ചെരുപ്പിട്ടേച്ചാൽ മതി. അന്നേരം കാലയിൽ നിന്ന് മണ്ണ് പൊക്കോളൂ. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് കാലെല്ലാം കഴുകി പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ബീച്ചിലെ ഇതെല്ലാം കഴിഞ്ഞേച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെ കവറിനകത്ത് എല്ലാവരും കാലൊന്ന് മുക്കി കഴുകിയെടുക്കുവാണ്. അല്ലെങ്കിൽ പിന്നെയും കാലെല്ലാം അഴുക്കാവും. അങ്ങനെ അത് കഴിഞ്ഞേച്ച് ഇതേപോലെ വേണ്ട സ്റ്റെപ്പ് വീണ്ടും നമ്മൾ മേളിൽ കയറണമല്ലോ. അങ്ങനെ കയറി ഞങ്ങൾ വേണ്ട ഈ റെസ്റ്റോറൻറ്റിൽ വന്നു. പിന്നെ അതും ഈ പറഞ്ഞ പോലെ ബീച്ച് സൈഡ് തന്നെയാണ്. നമുക്ക് മുകളിലിരുന്നാൽ പിന്നെ ഇതുപോലെ നല്ലപോലെ കാണാം ബീച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്യും. ഞങ്ങൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്, എല്ലാവരും കഴിച്ചത്. എല്ലാവർക്കും അതായിരുന്നു താല്പര്യം. കാരണം നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ച് വേണമല്ലോ. എപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലാകുമ്പോഴത്തേക്കിനും നമ്മൾ എവിടെ പോയാലും നമ്മൾ നെയ്റോസ്റ്റ് മസാല ദോശ അതിലൊക്കെയാണല്ലോ എല്ലാവരും പിടിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോഴേ നമ്മൾ പോകുമ്പം ഇതേപോലെ ക്ലിഫിൽ നിന്ന് ഇതുപോലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊക്കെയുള്ള ഇതിലാണ് വന്നത്. അപ്പം എഗ്ഗൊക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് എങ്ങനെ വേണമെന്ന് അവർ നമ്മളോട് ചോദിക്കും. ബോയിൽഡ് ആണോ പിന്നെ എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തു തരുമായിരുന്നു. പിന്നെ ഇതും ഉണ്ടായിരുന്നു, ഓട്സും ഉണ്ടായിരുന്നു, കോൺഫ്ലേക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏതാണെന്ന് ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ എനിക്ക് കോൺഫ്ലേക്സ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കോൺഫ്ലേക്സാണ് പറഞ്ഞത്. അങ്ങനെ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ കഴിച്ച 2 ഹോട്ടലിലെയും ഫുഡ് നല്ലതായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ. ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ബീച്ചാണ് മുമ്പിൽ. ശരിക്കും ഭയങ്കര രസമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. വൈകിട്ടായി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റും പാട്ടും എല്ലാം ആയിട്ട് നല്ല രസമാണ്. ഭയങ്കര തിരക്കുമാണ്. നമ്മൾ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണത്തില്ല എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ വൈകിട്ടായപ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ ആളായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ റിസോർട്ടും അതിനോട് ചേർന്ന് തന്നെയുണ്ട്. ഇപ്പോൾ ഒരു റൂം എടുക്കലൊന്നും ഇവിടെ വന്ന് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നത്തില്ല. സാധാരണ നമ്മളെവിടെ പോയാലും നേരത്തെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടൊക്കെയല്ലേ പോകുന്നത്. പക്ഷേ ഇത് നമുക്ക് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഏതാണ്ട് വീണ്ടും എല്ലാവരും ഒരു റൂമിൽ തന്നെ ഇരിക്കുകയാണ്. വേറൊന്നുമല്ല, റിസൾട്ട് ഏകദേശം പബ്ലിഷ് ആയിട്ടുണ്ട്. 11 മണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആരൻ്റെ റിസൾട്ട് നോക്കി ആരന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഹാപ്പിയായി. പിള്ളേരുടെ എല്ലാം റിസൾട്ട് നല്ല പെർസെൻറ്റേജോടുകൂടി എല്ലാവർക്കും ജയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ റിസൾട്ടിൻ്റെ സമയത്ത് ഞങ്ങൾ പിള്ളേർ 3 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു റിസൾട്ടിൻ്റെ സമയത്ത്, പിള്ളേരുടെ റിസൾട്ട് അറിയുന്ന സമയത്ത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമായി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഇടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കല പോയിട്ടില്ലാത്തവർ വർക്കല പോകണം. കാരണം എനിക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വർക്കല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അത് ഫ്രണ്ട്സായിട്ട് പോയാലും ഒക്കെ നല്ല രസമാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.